കോവയ്ക്ക കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് കോവയ്ക്ക വേണം, പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചിരകിയ തേങ്ങ ഇത്രയും ആവശ്യമുണ്ട്. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കോവയ്ക്ക 2-3 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അരഞ്ഞു പോകരുത്, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അധികം മൂക്കാത്ത കോവയ്ക്കാണെങ്കിൽ അരഞ്ഞു പോകാതെ ഇതുപോലെ ക്രഷായി കിട്ടുന്നതാണ്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1.5 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത്. ഇത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒരു 5 സെക്കൻഡ് വഴറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇതൊരു 1/4 വേവാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ്. ഈ കോവയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഇത് ആവശ്യത്തിന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്കയും ഉരുളക്കിഴങ്ങൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇത് കിട്ടുന്നതാണ്. കുക്കായതിന് ശേഷവും ഡ്രൈ ആയി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ.